പാലക്കാട് കൊല്ലങ്കോട് 12-കാരിയുടെ മരണത്തിലെടുത്ത കേസ് CBIക്ക് കൈമാറാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. 10 വർഷമുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തത ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കേസ് CBIക്ക് വിട്ടത്. കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത്. കൂടാതെ ജൂലൈ 23 കുട്ടികളുടെ ദുരൂഹ മരണത്തിലും CBI പ്രാഥമിക അന്വേഷണം നടത്തണമെന്നും ഹൈക്കോടതി. രേഷ്മ ബാബു വിശദാംശങ്ങൾ നൽകും. രേഷ്മ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? ഗൗതം, കൊല്ലങ്കോട് 10 വർഷം മുൻപ് വർഷ എന്ന പേരായിട്ടുള്ള ഒരു 12 വയസ്സുകാരി കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. ഈ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്ന് നേരത്തെ തന്നെ ആക്ഷേപവും ആരോപണവും ഉയർന്നതാണ്. ആ കേസ് നേരത്തെ 10 വർഷമായിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ യാതൊരു തരത്തിലും തുമ്പും കിട്ടിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ആ കേസ്, കൊല്ലങ്കോട്ടെ 12 വയസ്സുകാരുടെ ദുരൂഹ മരണത്തിലെടുത്ത കേസ് CBIക്ക് കൈമാറാനായിട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്, ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിർണായകമായിട്ടുള്ള ചില നടപടികളും നിർദ്ദേശങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് പാലക്കാട് പലയിടങ്ങളിലായിട്ട് 23 കുട്ടികളുടെ മരണത്തിൽ വ്യാപകമായിട്ട് ദുരൂഹതകൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ പോലീസിന്റെ ഒരു പരാമർശം, അതായത് വാളയാർ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടിലായിരുന്നു ആ പരാമർശം ഉണ്ടായിരുന്നത്. അതിലും ഹൈക്കോടതി ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ 23 കുട്ടികളുടെ ദുരൂഹ മരണത്തിലും CBI അന്വേഷണ സംഘം ഒരു പ്രാഥമികമായിട്ട് അന്വേഷണം നടത്തിയ ശേഷം ആ റിപ്പോർട്ട് 2 മാസത്തിനകം ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും പിന്നീട് എന്ത് നടപടികൾ തുടരണമെന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും നിലവിൽ കൊല്ലങ്കോട്ടെ കുട്ടിയുടെ മരണത്തിലെടുത്ത കേസ് അത് ക്രൈംബ്രാഞ്ച് എത്രയും വേഗം തന്നെ CBIക്ക് കൈമാറണം. അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മറ്റ് ഇതുവരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും വിശദാംശങ്ങളും ക്രൈംബ്രാഞ്ച് സംഘം CBI സംഘത്തിന് കൈമാറേണ്ടതുണ്ട്. കൊല്ലങ്കോട്ടെ കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ക്രൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. അന്വേഷണം അനിവാര്യമാണെന്നുള്ള ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എത്തുകയായിരുന്നു. അതുപോലെ തന്നെയാണ് 23 കുട്ടികളുടെ മരണം, അതിലും കൊലപാതകമോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ചില സംശയങ്ങളോ ഒക്കെ തന്നെ നിഴലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ 23 കേസുകളിലും പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് CBI കടക്കണമെന്നുള്ള ഒരു തീരുമാനം ഹൈക്കോടതി എടുക്കുകയായിരുന്നു. നേരത്തെ വാളയാർ കുട്ടികളുടെ കേസിൽ ആ 2ാമത് കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിലായിരുന്നു ഈ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് കൊല്ലങ്കോട് വർഷ എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.